കേവലം 3 ദിവസത്തെ ജപം കൊണ്ട് തന്നെ ശത്രുക്കളെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്ന ഒരു മന്ത്രമുണ്ട്. ആ ഒരു മന്ത്രത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ പറയുന്നത്. കാരണമില്ലാതെ ശത്രുക്കളുടെ ഉപദ്രവം കൂടിക്കൊണ്ടിരിക്കുക, ആഭിചാരദോഷം, ദൃഷ്ടിദോഷം, അസൂയ തുടർച്ചയായിട്ട് നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ എത്ര പ്ലാനിങ്ങോട് കൂടി തയ്യാറെടുത്ത് ചെയ്യുന്ന വിഷയങ്ങളിലും നമുക്ക് പരാജയം ഉണ്ടാവുക, അപമാനം ഉണ്ടാവുക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. കാരണം പ്രത്യംഗിര ദേവിയുടെ മന്ത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ശത്രു സംഹാരത്തിൽ അല്ലെങ്കിൽ ശത്രുക്കളുടെ ബാധകളുടെ അതുപോലെ തന്നെ ആഭിചാര ദൃഷ്ടിദോഷങ്ങളൊക്കെ മാറ്റുവാൻ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ദേവത സങ്കല്പമാണ് പ്രത്യംഗിര ദേവിയുടെ മന്ത്രം എന്നത്. അപ്പോൾ അതിനാൽ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഈ ഒരു മന്ത്രത്തിൻ്റെ പ്രയോഗം ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങൾ ചെയ്ത് നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഞാൻ ഉത്തരവാദിയല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഒരു മാതൃഭാവത്തോടു കൂടിയാണ് ദേവിയെ നമ്മൾ ആരാധിക്കേണ്ടത്. എത്ര കഠിനകരമായിട്ടുള്ള ദൃഷ്ടിദോഷം, ഗ്രഹദോഷം അല്ലെങ്കിൽ നമ്മളെ ബാധിച്ചിട്ടുള്ള ഏത് തരത്തിലുള്ള ദോഷത്തെയും ചുരുങ്ങിയ ദിനം കൊണ്ട് മാറ്റുവാനുള്ള ശക്തമായിട്ടുള്ള മന്ത്രമാണ് പറയുന്നത്. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ജ്യോതിഷപരമായ കാര്യങ്ങൾക്ക്, നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറ്റുവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ ജനന സമയമൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ കൈരേഖയൊക്കെ ഉപയോഗിച്ച് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു മന്ത്രം നമ്മൾ ചെയ്യുമ്പോൾ നെയ്വിളക്ക് തെളിച്ച് രാത്രി സമയങ്ങളിലാണ് ചെയ്യേണ്ടത്. 3 ദിവസം അടുപ്പിച്ചാണ് നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കിയിരുന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. ദേവിയെ മാതൃഭാവത്തിൽ സിംഹത്തിൻ്റെ രൂപമുള്ള പ്രത്യംഗിര ദേവിയെ, ശിരസ് സിംഹത്തിൻ്റെയും ഉടൽ ലക്ഷ്മിയുടെ ആയിട്ടുള്ള ഉഗ്രമായിട്ടുള്ള ഈ ഒരു രൂപം മനസ്സിൽ സങ്കല്പിച്ച് ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ 108 തവണയാണ് ജപിക്കേണ്ടത്. നന്നായി പഠിച്ച ശേഷമാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഈ ഒരു മന്ത്രം പഠിച്ച ശേഷം നമുക്ക് ജപിച്ച് തുടങ്ങാവുന്നതാണ്. വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് ജപിക്കാം, അല്ലെങ്കിൽ ചൊവ്വ ദിവസം ഈ ഒരു മന്ത്രജപത്തിനായിട്ട് തിരഞ്ഞെടുക്കാം. ഓം ഷം സിംഹാസ്യ ഘോര പ്രത്യംഗിര കരാള നമ സർവശത്രൂൻ ഹന ഹന ഹും ഫൾ സ്വാഹ. അപ്പോൾ ഈ ഒരു മന്ത്രം 108 തവണ ജപിച്ച ശേഷം നമ്മുടെ ആഗ്രഹം പറയുക. സർവശത്രുക്കളെയും നശിപ്പിക്കാനാണെങ്കിൽ അങ്ങനെ പറയുക, അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനാണെങ്കിൽ അത് പറയുക. അപ്പോൾ നമ്മുടെ ആവശ്യം പറഞ്ഞ ശേഷം നമ്മൾ അവിടെ നിന്ന് എഴുന്നേൽക്കുക. ഇങ്ങനെ 3 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക. ഈ ഒരു മന്ത്രം ജപം ചെയ്യുന്ന സമയത്ത് സസ്യാഹാരം കഴിച്ച് നമ്മൾ വ്രതം ചെയ്യണം. എത്ര കൃത്യമായിട്ട് നല്ല രീതിയിൽ വ്രതം ചെയ്യാൻ സാധിക്കുമോ അതുപോലെ തന്നെ എത്ര ഏകാഗ്രതയോടുകൂടി ഭക്തിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാൻ സാധിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഈ പ്രത്യംഗിര എന്നുള്ള പേര് പോലും നമ്മൾ ഈ മന്ത്രങ്ങൾ ഉപാസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ താന്ത്രികന്മാർ വ്രതമില്ലാതെ പറയാൻ മടിക്കുന്ന ഒരു പേരാണ്. കാരണം അത്രയും ശക്തിയുള്ള ഒരു ദേവത സങ്കല്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി.